സയൻസ് സ്റ്റാൻഡേർഡ് 7 യൂണിറ്റ് 5 ഹ്യൂമൻ ബോഡി എ വണ്ടർ. അതിൽ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ സീ സം ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ് ഹിയർ. ഓക്കെ, എനിവേ you can classify organism into 3 groups based on their food habit. ഭക്ഷണത്തിൻ്റെ രീതിക്കനുസരിച്ച് നമുക്ക് ജീവികളെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ കഴിയും അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അതായത് ഹെർബിവോറസ്, അത് സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികൾ. കാർണിവോർസ്, മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികൾ. ഓംനിവോർസ്, മനുഷ്യരെ പോലെ സസ്യാഹാരം കഴിക്കും മാംസാഹാരവും കഴിക്കുന്ന ജീവികളെക്കുറിച്ച് അല്ലേ? അതിൻ്റെ ഒരു എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ ജീവികൾ ഏതൊക്കെ ഫുഡാണ് കഴിക്കുന്നത് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മളിതിൽ പഠിക്കാനുള്ളത് ന്യൂട്രീഷനെ കുറിച്ചാണ്. ന്യൂട്രീഷൻ, നമ്മൾ ഫുഡ് കഴിക്കുന്നത് ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ഭക്ഷണം നമ്മൾ സമ്പാദിക്കുന്നത്, ഭക്ഷണം നമ്മൾ സ്വീകരിക്കുന്നതും അത് ഉപയോഗപ്പെടുത്തുന്നതിനും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് ന്യൂട്രീഷൻ. ഈ ന്യൂട്രീഷന് 5 സ്റ്റേജസ് ഉണ്ട് അല്ലേ? ഓരോ സ്റ്റേജസ്സാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഇൻജസ്റ്റൻ. There are 5 stages in nutrition. ന്യൂട്രീഷന് 5 സ്റ്റേജ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് ഇൻജസ്റ്റൻ അല്ലേ? ഇൻജസ്റ്റൻ നമുക്കറിയാം. ഇൻജസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിലാണ്. ഡൈജസ്റ്റൻ്റെ സ്റ്റാർട്ടിങ് മൗത്തിലാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൗത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തായാലും ടീത്ത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? പല്ലിനെ കുറിച്ച് പഠിക്കണം. ടീത്തിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ടൂത്ത്സ്. ഏറ്റവും പുറമേ ഉള്ള ആ വൈറ്റ് ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് ഇനാമൽ. ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു ഭാഗമാണ് ഇനാമൽ. ഓക്കെ, ഇനി നമ്മളിവിടെ പഠിക്കുന്നത് ഓരോ ടീത്തിൻ്റെ പേരുകൾ, അതിൻ്റെ യൂസാണ്. നമുക്കറിയാം ചെറിയ കുട്ടികൾക്ക് മിൽക്ക് ടീത്ത് എന്നാണ് നമ്മൾ പറയുക അല്ലേ? താഴെ 10 പല്ലുണ്ടാവും, മുകളിൽ 10 പല്ലുണ്ടാവും, മാക്സിമം 20. ഓക്കെ, അതിന് ശേഷം അതൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നെ നമുക്ക് പെർമനൻറ്റ് ടീത്ത് വരും അല്ലേ? നമുക്ക് അഡൽട്ട്, ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക് 32 ടീത്ത് ഉണ്ടാകും. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ പേരുകളൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാം. ഇൻസൈസർ ഏറ്റവും ഫ്രണ്ടിലുള്ളത്, കനൈൻസ്, പ്രീമൊളാഴ്സ്, മൊളാഴ്സ് അല്ലേ? അതിൻ്റെ ഒരു ചാർട്ട് ഇവിടെ ഉണ്ട്. ഓരോന്നും എത്ര എണ്ണം ഉണ്ട്, എന്തൊക്കെയാണ് ഇൻസൈസറുടെ യൂസ് എന്താണ്? ടു ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റം. കാനൈൻ ടു ടിയർ ആൻഡ് കട്ട് ഫുഡ് അല്ലേ? ഫുഡ് കട്ട് ചെയ്യാനൊക്കെ നമ്മൾ കാനൈനാണ് യൂസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് പ്രീമൊളാഴ്സ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് മൊളാഴ്സ് ഉണ്ട് അല്ലേ? ച്യൂ ചെയ്യാനും ഗ്രൈൻഡിന്. അപ്പോൾ ടേബിൾ ഒന്ന് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ നമുക്ക് 2 ജീവികളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ടൈഗറുണ്ട്, കവുണ്ട്. ഇവിടെ ഇൻസൈസർ നോക്കാം. ടൈഗറിൻ്റെ ഇൻസൈസർ എന്താണ്? ഷാർപ്പാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണത്? ഫുഡ് ടിയർ ചെയ്യാനും ബൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതവിടെ നോട്ട് ചെയ്യണേ. പിന്നെ നമുക്കുണ്ടാകുന്ന ടൂത്ത് ഡീക്ക് ഒരു പ്രോബ്ലമാണ്, ഡാമേജ് ആവും. ടീത്ത് ഡാമേജ് ആവാനുള്ള കാരണം നമ്മൾ നന്നായിട്ട് ടീത്ത് വാഷ് ചെയ്യാത്തതുകൊണ്ടാണ് അല്ലേ? ഇവിടെ ഒരു ഡോക്ടറും ഒരു ചൈൽഡും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഫൈനലൈസ് ആയിട്ട് ടൂത്ത് ഡീക്ക് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബാക്ടീരിയാസ് നമ്മുടെ ഫുഡ് ഫീഡ് ചെയ്യും. നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ എന്തായാലും നമ്മുടെ വായിലുണ്ടാകും അല്ലേ? നമ്മുടെ വായിൽ ബാക്ടീരിയ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡിൻ്റെ റിമൈൻസ് ഉണ്ടാവും.
അത് ഫീഡ് ചെയ്യാൻ ബാക്ടീരിയാസ് വരും. അപ്പോൾ അവർ നമുക്കറിയാം ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലാക്റ്റിക് ആസിഡിൻ്റെ ആക്ഷനാണ് നമുക്ക് ടൂത്ത് ഡീക്കേക്ക് കാരണം. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടൂത്ത് എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം, ക്ലീൻ ചെയ്യണം അല്ലേ, ബ്രഷ് ചെയ്യണം. ഓക്കെ, അതിനെക്കുറിച്ചാണ്. അപ്പോൾ അതൊന്ന് വായിക്കണം കേട്ടോ. ഇനി ഓക്കെ, ഇൻഡസ്റ്റിന് അടുത്തതായിട്ട് ടങ്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ടങ്കുള്ളതുകൊണ്ട് സോളോ നമുക്ക് ഫുഡൊക്കെ നമുക്ക് വിഴുങ്ങാൻ കഴിയുന്നത് എന്താണ്, ടങ്കുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി സലൈവറി ഗ്ലാൻസ് ഉണ്ട് അല്ലേ. 3 പെയർ ഓഫ് സലൈവറി ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഈ സലൈവറി ഗ്ലാൻസ് ഡൈജസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് സലൈവറി ഗ്ലാൻസ്. ഓക്കെ, അപ്പം മൗത്തിലുള്ള ഇത്രയും കാര്യങ്ങൾ. അതിന് ശേഷം നേരെ അടുത്ത ട്യൂബായ ഈസോഫാഗസ്, അതിലേക്കാണ് നമ്മൾ ഫുഡ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഈ ഫുഡ് മൂവ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക തരത്തിലുള്ള വേവ് ലൈക്ക് മൂവ്മെൻ്റ് ഉണ്ട് നമ്മുടെ ഈസോഫാഗസിന്. അതായത് ഫുഡ് താഴോട്ടിങ്ങനെ സ്റ്റൊമക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ട് അല്ലേ. അതിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. ഇതിന് താഴെ കാണാം. ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ദ ഈസോഫാഗസ് വാൾ ഹെൽപ്പ് ഫുഡ് ടു റീച്ച് ദ സ്റ്റൊമക്ക്. ഓക്കെ, അങ്ങനെ നമ്മുടെ മൗത്ത് കഴിഞ്ഞു. ഈസോഫാഗസ് വഴി ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിലെത്തി. സ്റ്റൊമക്കിൽ ഫുഡ് 4 to 5 hours വരെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അവിടെ കിടക്കും ഡൈജഷന് വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ, ഈ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാള് പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ഡൈജസ്റ്റൻ ഈസിയാക്കാൻ വേണ്ടി അല്ലേ. മാത്രമല്ല ആൾസോ പ്രൊഡ്യൂസ് സ്മോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള പ്രോട്ടീൻ ഡൈജസ്റ്റനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പാത്തോജൻസ് ഡിസ്ട്രക്ഷൻ വരുന്ന നമ്മുടെ ഫുഡിലൂടെയൊക്കെ വരുന്ന നമ്മുടെ രോഗാണുക്കളെ നശിപ്പിക്കുക. ഈ 2 കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിനുശേഷം ഫുഡ് നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈനിലേക്ക് നീങ്ങുന്നു. ഓക്കെ, ഏകദേശം നമ്മളെ സ്മാൾ ഇൻറ്റസ്റ്റൈന് 5 to 6 meter ലോങ്, ഇത്രയും നീളമുണ്ട്. നോക്കാം, ഈ സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ബിഗിനിങ്ങിൽ ലിവറിൽ നിന്നും ബൈൽ എന്ന് പറയുന്ന കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പാൻക്രിയാസിൽ നിന്ന് പാൻക്രിയാറ്റിക് ജ്യൂസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫുഡിനെ കംപ്ലീറ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്യിക്കും. എന്ന് പറഞ്ഞാൽ ഡൈജഷൻ കംപ്ലീറ്റ് ആകുന്നത് നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് കേട്ടോ. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ലിവറും പാൻക്രിയാസും പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞു, ഡൈജസ്റ്റൈൻ കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്താണ്, ഇത് അബ്സോർബ് ചെയ്യണം. ഇത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ്, അബ്സോർബ് ചെയ്യും അല്ലേ. അബ്സോർബ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അതിന് നമ്മൾ ചിത്രത്തിൽ വില്ലീന്ന് കണ്ടു അല്ലേ. വില്ലസ് എന്ന് പറയുന്ന ബ്ലഡ് വെസൽസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, വില്ലസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്ലഡിലോട്ട് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അപ്പോൾ 3rd സ്റ്റേജ് അബ്സോർപ്ഷനാണ്. അത് സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈനിലൂടെ ഇങ്ങനെ ഡൈജസ്റ്റഡ് ഫുഡ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇനി ലാസ്റ്റ് അത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തും. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ ന്യൂട്രീഷൻ ഒക്കെ എന്തായിട്ടുണ്ടാവും, അബ്സോർബ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇനി ഉണ്ടാകുന്നത് എന്താണ്, വാട്ടർ കണ്ടൻറ്റും പിന്നെന്തായിരിക്കും, വേസ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും അല്ലേ. അതിൻ്റെ ഉള്ളിലായിട്ട് 4th സ്റ്റേജ് ഉണ്ട്, അസിമിലേഷൻ. അതായത് നമ്മൾ ഫുഡ് നമ്മുടെ ബ്ലഡിലെത്തിയിട്ട് അത് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അസിമിലേഷൻ. അവസാനം നമ്മൾ വേസ്റ്റ് പ്രോഡക്റ്റ് രക്തത്തിൽ കളക്ട്
അന്യൂസ് വഴി നമ്മളെന്ത് ചെയ്യും, അത് ഇജസ്റ്റ് ചെയ്യും അല്ലേ. അതിന് പറയുന്ന പേരാണ് ഇജസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് അതിന് പഠിക്കാനുള്ളത്. ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓരോ പാർട്ടും അതിൻ്റെ ഫങ്ഷനും നന്നായിട്ട് പഠിക്കണം. അടുത്തത് ന്യൂട്രീഷൻ. മനുഷ്യരിൽ മാത്രമല്ല, ഏത് ജീവിയാണെങ്കിലും ഇവിടെ നമുക്ക് ചെറിയൊരു ജീവി അമീബ അല്ലേ, അമീബ പോലും നമ്മൾ ഈ പറഞ്ഞിട്ട് ഈ 5 സ്റ്റേജിലൂടെയാണ് അവരുടെ ന്യൂട്രീഷൻ പ്രോസസ്സും കടന്നു പോകുന്നത്. ഓക്കെ. ഡൈജസ്റ്റീവ് സിസ്റ്റം മിക്കവാറും എല്ലാ ജീവികളുടെയും ഏകദേശം അതിൻ്റെ സ്ട്രക്ചർ ഒക്കെ ഒരുപോലെയാണ്. ഓക്കെ, ആ പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അടുത്തതായത് നമുക്ക് പഠിക്കാനുള്ള റെസ്പിറേഷനാണ്. ഹ്യൂമൻ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഇൻഹേൽ ആൻഡ് എക്സേൽ. നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹേലും എക്സേലും കൂടി കൂടുന്നതാണ്. ഒരു ഇൻഹേലും എക്സേലും കൂടി ഇൻക്ലൂഡഡ് ആണ് ഏത് നമ്മുടെ റെസ്പിറേഷൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ലങ്സ് എങ്ങനെ മോഡൽ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വൽ അതിൻ്റെ ശരിക്കുള്ള പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോസ്ട്രിൽ, ട്രാക്കിയ അല്ലേ, നമ്മൾ എയർ നോസ്ട്രിൽ വഴി അല്ലെ നോസിൻ്റെ ഹോൾസ് വഴി നമ്മൾ എന്ത് ചെയ്യും, ഇൻഹേൽ ചെയ്യും. അത് ട്രാക്കിയ വഴി അത് നമുക്ക് ട്രാക്കിയ, പിന്നെ ബ്രോങ്കയായി ബ്രോങ്കയിലെത്തി ബ്രോഞ്ചിയോളി വഴി അവസാനം ലങ്സിൽ വന്ന് നിറയും അല്ലേ. ലങ്സിൽ ആൽവിയോളി എന്ന് പറയുന്ന സ്മാൾ പോക്കറ്റുകളിൽ വന്ന് നമ്മുടെ എയർ വന്ന് നിറയും. ഓക്കെ, അതാണ് നമ്മുടെ ഇൻഹേൽ പ്രോസസ്സ്. ഇതിന് ആക്ഷൻ ചെയ്യുന്ന ഡയഫ്രം എന്ന് പറയുന്ന ഭാഗമാണ്. ഡയഫ്രം ഇൻഹേൽ ചെയ്യാനും എക്സേൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഡയഫ്രത്തിൻ്റെ മൂവ്മെൻറ്റാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇൻഹേൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഡയഫ്രം ഫ്ലാറ്റ് ആവും. അപ്പോൾ നമ്മുടെ മുകൾ ഭാഗത്ത് നമ്മൾ തൊറാസിക് ക്യാവിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. തൊറാസിക് ക്യാവിറ്റിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അറ്റ്മോസ്ഫിയറിക് എയർ നമ്മൾ ലങ്സിൽ വന്ന് നിറയും. ഇനി എന്ത് ചെയ്യും, ഡയഫ്രം മുകളിലോട്ട് ഉയരുമ്പോൾ വോളിയം കുറയും. തൊറാസിക് ക്യാവിറ്റിന് വോളിയം കുറയും. അപ്പോൾ ലങ്സ് എന്താവും, ചുരുങ്ങിപ്പോവും അല്ലേ, കോൺട്രാക്റ്റ് ചെയ്യും. അങ്ങനെ എക്സലേഷൻ നടക്കും. അപ്പോൾ റെസ്പിറേറ്ററി ട്രാക്കിൽ നമ്മുടെ അതിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇൻഹേലിൻ്റെ 3 സ്റ്റെപ്പ്, എക്സേലിൻ്റെ 3 സ്റ്റെപ്പ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ നമ്മുടെ ഇൻഹേൽ എക്സേൽ എയറിൽ നമ്മുടെ കണ്ടൻറ്റുകൾ എത്ര % ഉണ്ട് എന്നതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്സിജൻ 21 ഇൻഹേൽ എയറിനുണ്ടെങ്കിൽ എക്സേലിൽ എയറിൽ അത് 15 കുറയുകയാണ്. അതിന് കാരണം നമ്മുടെ ബാക്കിയുള്ള % 6% ഓക്സിജൻ നമ്മൾ ബോഡി യൂട്ടിലൈസ് ചെയ്തു അല്ലേ. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഹേലിൽ കുറവാണ്, 0.04 മാത്രമേ ഉള്ളൂ. എന്നാൽ എക്സേൽ ചെയ്യുമ്പോൾ പുറത്തേക്ക് വിടുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 4% ആയിട്ടുണ്ട് അല്ലേ. അതിന് കാരണം നമ്മുടെ ന്യൂട്രീഷൻ നമ്മുടെ സെല്ലിൽ വെച്ചിട്ട് നടക്കുന്ന പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന വേസ്റ്റ് ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ നൈട്രജന് ഒരു ആക്ഷനും ഇല്ല. ഇൻഹേലിലും എക്സേലിലും സെയിമാണ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു ഗ്യാസാണ് നൈട്രജൻ. അതുപോലെ മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻഹേലിൽ കുറവും എക്സേൽഡ് എയറിൽ കൂടുതലുമാണ് അല്ലേ. ഓക്കെ, അടുത്തത് ഫുഡ് സ്റ്റക്ക് ഇൻ ട്രാക്കിയ. നമ്മൾ ചില കുട്ടികൾക്കൊക്കെ സാധാരണയായിട്ട് ഫുഡ് നമ്മുടെ ട്രാക്കിയയിൽ എന്ത് ചെയ്യും, കുടുങ്ങിപ്പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറയും അല്ലേ. ഓക്കെ, ഇതിന് പറയുന്ന പേര് മുകളിലൊരു വലിയൊരു മനുഷ്യന് ഫുഡ് ട്രാക്കിയയിൽ ബ്ലോക്കായിട്ടാണ് ചെയ്യേണ്ട പ്രോസസ്സാണ് പറയുന്നത് അല്ലേ. ഹെംലിച്ച് മാനൂർ എന്നാണ് അതിന് പറയുക. ആ പ്രോസസ്സാണ് കാണിക്കുന്നത്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ